ഹലോ ഹായ് എല്ലാവർക്കും ലൈനയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഋതു കൃഷ്ണ. നമ്മൾ നോക്കാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സ് ആണ്. സെപ്റ്റംബർ മാസത്തിലെ രണ്ടാമത്തെ ആഴ്ചയിലെ കാര്യങ്ങളാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ സെപ്റ്റംബർ 7 തൊട്ട് 13 വരെയുള്ള കാര്യങ്ങളാണ് നോക്കാനായിട്ട് പോകുന്നത്. നമ്മുടെ ചാനലിന്റെ പേര് ലേണോ GK ആൻഡ് കറണ്ട് അഫയേഴ്സ് ആണ്. വൈ ഡു ഐ ആസ്ക് യു ടു സബ്സ്ക്രൈബ്? ബിക്കോസ് നമ്മൾ വീക്ക്ലി കറണ്ട് അഫയേഴ്സ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്, മന്ത്ലി കറണ്ട് അഫയേഴ്സ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്, ഇയർലി കറണ്ട് അഫയേഴ്സ് നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. വിച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ ഹാസ് ലോഞ്ച്ഡ് ദ IEMI? എന്താണ് IEMI എന്ന് പറഞ്ഞാൽ? എന്താണ്? ഇലക്ട്രിക് മൊബിലിറ്റി ഇൻഡെക്സ് ആണ് IEMI കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ്? ഇലക്ട്രിക് മൊബിലിറ്റി ഇൻഡെക്സ്. ഇന്ത്യ ഇലക്ട്രിക് മൊബിലിറ്റി ഇൻഡെക്സ് ആണ് IEMI. ഒന്നും കൂടി പറയാം, ഇന്ത്യ ഇലക്ട്രിക് മൊബിലിറ്റി ഇൻഡെക്സ് IEMI. അപ്പോൾ ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് IEMI ലോഞ്ച് ചെയ്തത് എന്നുള്ളതാണ് ചോദ്യം. ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്? ദ റൈറ്റ് ആൻസർ ഈസ് നീതി ആയോഗ്. നീതി ആയോഗ് എന്ന് പറയുമ്പോൾ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ അല്ലെ? അതാണ് നീതി ആയോഗ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. NITI, കറക്റ്റ് അല്ലേ? NITI, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. അതാണ് നീതി ആയോഗ്. അപ്പൊ നീതി ആയോഗ് ആണ് ഏത് ലോഞ്ച് ചെയ്തിരിക്കുന്നത്? IEMI. IEMIന്റെ ഫുൾ ഫോം എന്താണ്? ഇന്ത്യ ഇലക്ട്രിക് മൊബിലിറ്റി ഇൻഡെക്സ് അല്ലെ? ഓക്കെ അല്ലേ? സോ വിച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ ഹാസ് ലോഞ്ച്ഡ് ദ IEMI? നീതി ആയോഗ്, നാഷണൽ institution for transforming India has launched the IEMI. ഓക്കെ, നമുക്ക് ഡീറ്റെയിൽസ് നോക്കാം. അപ്പോൾ IEMIന്റെ കീ ഡീറ്റെയിൽസ് ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതാണ്? ഇൻസ്റ്റിറ്റ്യൂഷൻ നീതി ആയോഗ് ആണ്. എന്നാണ് ലോഞ്ച് ചെയ്തത്? ഓഗസ്റ്റ് 4, 2025 ലോഞ്ച് ചെയ്തത്. എന്താണ് എന്റെ പർപ്പസ്? എന്താണ്? ടു കോംപ്രിഹെൻസീവ്ലി ട്രാക്ക് ആൻഡ് ബെഞ്ച്മാർക്ക് ദ പ്രോഗ്രസ് ഓഫ് സ്റ്റേറ്റ്സ് ആൻഡ് യൂണിയൻ ടെറിട്ടറീസ് ഇൻ അച്ചീവിംഗ് ദർ ഇലക്ട്രിക് മൊബിലിറ്റി ഗോൾസ്. അപ്പം ട്രാക്ക് ചെയ്യാനും അതുപോലെ തന്നെ പ്രോഗ്രസ്, സംസ്ഥാനങ്ങളുടെയും യൂണിയൻ ടെറിട്ടറീസിന്റെയും പ്രോഗ്രസ് മനസ്സിലാക്കാനും വേണ്ടിയിട്ടാണ് ഇത് IEMI ലോഞ്ച് ചെയ്തിരിക്കുന്നത് അല്ലെ? ഇവാലുവേഷൻ ക്രൈറ്റീരിയ എന്താണ്? ദ ഇൻഡെക്സ് സ്കോർ സ്റ്റേറ്റ്സ് ആൻഡ് യൂണിയൻ ടെറിട്ടറീസ് അക്രോസ് ത്രീ കോർ തീംസ്. മൂന്ന് ബേസിക് ക്വാളിഫിക്കേഷൻ ആണ് മെയിൻ ആയിട്ട് നോക്കുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്? ട്രാൻസ്പോർട്ട് ഇലക്ട്രിഫിക്കേഷൻ പ്രോഗ്രസ്. രണ്ടാമത്തെ ചാർജിംഗ് ഇൻഫ്രാസ്ട്രക്ചർ റെഡിനെസ്. അവസാനത്തെ ഏതാണ്? EV റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ സ്റ്റാറ്റസ് ആർ ദ ത്രീ കോർ തീംസ് of the evaluation criteria of IEMI. Okay. അടുത്തത് അതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണ്? IEMI provides data driven insights and actionable recommendation to guide policy makers and investors supporting India's clean transport future. മെയിൻ ആയിട്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ക്ലീൻ ട്രാൻസ്പോർട്ട് ഫ്യൂച്ചർ ആണ് ബേസിക് ദ ഗോൾ ഓഫ് IEMI എന്ന് പറയുന്നത്. ആൻഡ് ദ ഗോൾ ഓഫ് അച്ചീവിംഗ് 30% ഇലക്ട്രോണിക് വെഹിക്കിൾ സെയിൽ ഷെയർ ബൈ 2030. 2030 ആകുമ്പോഴേക്കും നമ്മുടെ സംസ്ഥാനങ്ങളിൽ 30%, ഓരോ സംസ്ഥാനത്തും 30% ഇലക്ട്രിക് വെഹിക്കിൾസ് ഉണ്ടായിരിക്കണം എന്നുള്ളൊരു ലോഞ്ചുമായിട്ടാണ് അല്ലെങ്കിൽ ഒരു ഗോളുമായിട്ടാണ് IEMI ലോഞ്ച് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് പറയാനായിട്ടുള്ളത്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. രണ്ടാമത്തെ ചോദ്യം. വിച്ച് ഇന്ത്യൻ സ്റ്റേറ്റ് റീസെന്റ് reintroduced the critically endangered Asian Jane tortoise into a community reserve? The right answer is ഏതാണ്? നാഗാലാൻഡ് ആണ് അല്ലെ? നാഗാലാൻഡ് റീസെന്റ് reintroduced the critically endangered Asian Jane tortoise into a community reserve. Okay, so key details എന്തൊക്കെയാണ്? അതിന്റെ സ്പീഷീസ് എന്ന് പറയുന്നത് this is large tortoise in mainland Asia. ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയൊരു ആമയാണ് ഇത് ഏഷ്യൻ ജാൻ ടോർട്ടോയ്സ് എന്ന് പറയുന്ന പേരിൽ തന്നെ ഉണ്ടല്ലേ, ഗ്യാൻഡില്. ലൊക്കേഷൻ എന്ന് പറയുന്നത് എവിടെയാണ്? സീലിയാങ് കമ്മ്യൂണിറ്റി റിസർവ് ഇൻ ദ പെരൻ ഡിസ്ട്രിക്ട് ഓഫ് നാഗാലാൻഡ്. നാഗാലാൻഡിലെ സീലിയാങ് കമ്മ്യൂണിറ്റി റിസർവിലാണ് ലൊക്കേഷൻ എന്ന് പറയുന്നത്. ഓർഗനൈസേഷൻ ഇൻവോൾവ് നാഗാലാൻഡ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് ഇന്ത്യ ടർട്ടിൽ കൺസർവേഷൻ പ്രോഗ്രാം ITCP. ഇന്ത്യ ടർട്ടിൽ കൺസർവേഷൻ പ്രോഗ്രാം ആണ് ഈ ഒരു പ്രോസസ്സിൽ ഇൻവോൾവ് ആയിരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട്. The tortoise were captive bred at the Nagaland Zoo as part of a conservation project that began in 2018 with the rescued pet tortoise. പിന്നെ എന്തൊക്കെയാണ് പറയാനുള്ളത്? Significance. This effort aims to help recover decimated wild populations of these keystone species and promote community involvement in conservation. So നമുക്ക് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്താണ്? എവിടെയാണ് ഏഷ്യൻ ജെയിൻ ടോർട്ടോയ്സിനെ കണ്ടുപിടിച്ചത്? എവിടെയാണ്? നാഗാലാൻഡിലാണ് കേട്ടോ. സോ അത് മറന്നു പോകരുത്. അപ്പോൾ നാഗാലാൻഡിനെ കുറിച്ച് എന്തൊക്കെ അറിയാം? തലസ്ഥാനം ഏതാണ്? കൊഹിമയാണെന്ന് അറിയാം അല്ലെ?
രൂപീകൃതമായത് 1963 ഡിസംബർ 1-നാണ്. അവിടുത്തെ പ്രധാന ഭാഷ ഏതെന്നറിയോ? ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്ത് നോക്കിക്കേ. പ്രധാന ഭാഷ എന്ന് പറയുന്നത് ഏതാണെന്ന് അറിയാമോ? അവിടുത്തെ പ്രധാന ഭാഷ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ആണ് കേട്ടോ. ഇങ്ങനെ ഒരു ചോദ്യം വരാം, ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷയായിട്ടുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നാഗാലാൻഡ് ആണ്. അതുപോലെ തന്നെ ഗ്രാമീണ റിപ്പബ്ലിക്കുകളുടെ കൂട്ടം എന്നറിയപ്പെടുന്ന സംസ്ഥാനവും നാഗാലാൻഡ് തന്നെയാണ് കേട്ടോ. മ്യാൻമറുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാ? മ്യാൻമറുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം നാഗാലാൻഡ് തന്നെയാണ്. ഇനി തിമോഗ എന്നറിയപ്പെടുന്ന സ്ഥലമാണ്, കൊഹിമയാണ് നമ്മുടെ നാഗാലാൻഡിന്റെ തലസ്ഥാനം എന്ന് പറഞ്ഞല്ലോ. ആ കൊഹിമ അറിയപ്പെടുന്നത് വേറൊരു പേരിൽ തിമോഗ എന്നറിയപ്പെടുന്ന സ്ഥലമാണ്. അതുപോലെ തന്നെ 2ാം ലോക മഹായുദ്ധത്തില് മരണമടഞ്ഞ ഒരു സ്മരണയ്ക്കായുള്ള സ്മാരകം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഈ കൊഹിമയിലാണ് കേട്ടോ. 2ാം ലോക മഹായുദ്ധത്തിന്റെ ഭാഗമായിട്ട് കൊഹിമ യുദ്ധം നടന്ന വർഷം 1944-ലാണ്. 1944-ലാണ്, ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. 3ാമത്തെ ചോദ്യമാണ്, ഹു ലോഞ്ച്ഡ് ദ ന്യൂ IIDP? IIDP ഓരോ സ്കീമുകളാണ്, അല്ലെങ്കിൽ പുതിയ പുതിയ സ്പീഷീസിനെ കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ പഠിക്കാനുള്ളത് അല്ലെ. IIDP എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻക്രെഡിബിൾ ഇന്ത്യ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം. ഇൻക്രെഡിബിൾ ഇന്ത്യ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം എന്നുള്ളതാണ് IIDP കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ്, ആരാണ് ലോഞ്ച് ചെയ്തത്? മിനിസ്ട്രി ഓഫ് ടൂറിസം ലോഞ്ച്ഡ് ദ ന്യൂ IIDP, ഇൻക്രെഡിബിൾ ഇന്ത്യ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം. സോ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. The Ministry of Tourism launched the revamped Incredible India Digital Platform on September 27, 2024. Okay, 2024 സെപ്റ്റംബർ 27-നാണ് ഇത് ലോഞ്ച് ചെയ്തത്. This initiative serves as a comprehensive digital resource for travelers and stakeholders to explore India's attraction, offering features like a content hub with a high quality tourism media and partnership with online travel agents for seamless bookings. എന്താണ് ഉദ്ദേശിക്കുന്നത്? ട്രാവൽ, അതായത് ടൂറിസത്തിൽ അട്രാക്ഷൻ കൂട്ടാനും അല്ലെങ്കിൽ ടൂറിസം എന്ന് പറയുന്നതിൽ എന്താണ് ഇമ്പോർട്ടൻസ് കൂട്ടാനും വേണ്ടിയിട്ട് മിനിസ്റ്റർ ഓഫ് ടൂറിസം ലോഞ്ച് ചെയ്തൊരു പദ്ധതിയാണ് ഇൻക്രെഡിബിൾ ഇന്ത്യ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. സെപ്റ്റംബർ 27, 2024-ലാണ് അത് ലോഞ്ച് ചെയ്തത് കേട്ടോ. സോ അടുത്ത ചോദ്യം, വേർ വാസ് ദ ഇനാഗുറൽ ബിംസ്റ്റെക് ട്രഡീഷണൽ മ്യൂസിക് ഫെസ്റ്റിവൽ ടൈറ്റിൽ സപ്തസൂർ 7 നാഷൻസ് 1 മെലഡി ഹെൽഡ്? എവിടെയാണ് നടന്നത്? ബിംസ്റ്റെക്. അപ്പോൾ ബിംസ്റ്റെക്കിന്റെ ഇനാഗുറേഷൻ എവിടെയാണ് നടന്നത് എന്നുള്ളതാണ് ചോദ്യം. എവിടെയാണ് നടന്നത്? റൈറ്റ് ആൻസർ ഈസ് ന്യൂ ഡൽഹി ആണ് കേട്ടോ. ദ ഫസ്റ്റ് ബിംസ്റ്റെക് ട്രഡീഷണൽ മ്യൂസിക് ഫെസ്റ്റിവൽ ഹെൽഡ് ഇൻ ന്യൂ ഡൽഹി. ഓക്കെ, അടുത്ത ചോദ്യം, 5ാമത്തെ ചോദ്യം, ഹു ഹോൾഡ്സ് റെക്കോർഡ് ഓഫ് ബീയിങ് ദ സെക്കൻഡ് ഹൈയസ്റ്റ് റൺ സ്കോർ ഇൻ ദ ടെസ്റ്റ് ക്രിക്കറ്റ്? അപ്പോ എന്താണ് ഈ ചോദ്യത്തിന്റെ അർത്ഥം? എന്താണ് ഈ ചോദ്യത്തിന്റെ അർത്ഥം? എന്താണ്? ടെസ്റ്റ് ക്രിക്കറ്റില് ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന 2ാമത്തെ താരം എന്ന റെക്കോർഡ് നേടിയ താരം ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ആരാണ്? ജോ റൂട്ട് ആണ് കേട്ടോ. അപ്പോൾ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന 2ാമത്തെ താരം എന്ന റെക്കോർഡ് നേടിയത് ജോ റൂട്ട്. ജോ റൂട്ട് currently holds the record for the second highest run scorer in the test cricket, having overtaken Ricky Ponting and Jack Callis during a match against India on July 25, 2025. He has scored എത്ര റൺസ് ആണ് സ്കോർ ചെയ്തിരിക്കുന്നത്? 13,450 runs, putting him only behind Sachin Tendulkar record of 15,921, 15,921 runs in the ഫോർമാറ്റ്. ഡീറ്റെയിൽസ് ആയിട്ട് പറയുകയാണെങ്കിൽ ടെസ്റ്റ് ക്രിക്കറ്റിലെ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന 2ാമത്തെ താരം എന്ന റെക്കോർഡ് ഇംഗ്ലണ്ടിന്റെ ജോ റൂട്ടാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. മാഞ്ചസ്റ്ററിൽ ഇന്ത്യക്ക് എതിരായ ടെസ്റ്റ് മത്സരത്തിലാണ് എന്ത് ഓസ്ട്രേലിയൻ താരം റിക്കി പോണ്ടിങ്ങിനെ മറികടന്ന് റൂട്ട് 2ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഓസ്ട്രേലിയൻ താരം നേടിയ റൺസ് എന്ന് പറയുന്നത് 13,378 റൺസ് ആയിരുന്നു. 200 മത്സരങ്ങളിൽ നിന്ന് 15,921 റൺസ് നേടിയ ഇന്ത്യയുടെ സച്ചിൻ ടെണ്ടുൽക്കറുടെ പേരിലാണ് ടെസ്റ്റിൽ റൺ വേൾഡ് റെക്കോർഡ് എന്ന് പറയുന്നത് അല്ലെ. ഫസ്റ്റ് റണ്ണർ ആദ്യം കിട്ടിയത് ആർക്കാണ്? സച്ചിനാണ് അല്ലെ. 158 മത്സരങ്ങളിൽ നിന്ന് 13,543 റൺസ് ആണ് റൂട്ടിന്റെ പേരിൽ ഉള്ളത് കേട്ടോ. 13,543 റൺസ് ആണ്. സോ എന്താണ് പറയാനുള്ളത്? ഹു ഹോൾഡ്സ് റെക്കോർഡ് ഓഫ് ബീയിങ് ദ സെക്കൻഡ് ഹൈയസ്റ്റ് റൺ സ്കോർ ഇൻ ദ ടെസ്റ്റ് ക്രിക്കറ്റ്? റൈറ്റ് ആൻസർ ഈസ് ഇംഗ്ലണ്ടിലെ കളിക്കാരനാണ് ഏത്? ജോ റൂട്ട്. ഓക്കെ, അടുത്തത് 6ാമത്തെ ചോദ്യമാണ്, ഹു ഹോൾഡ്സ് റെക്കോർഡ് ഫോർ സെർവിംഗ് ആസ് ദ ലോങ്സ്റ്റ് ടെന്യൂർഡ് ഹോം മിനിസ്റ്റർ ഇൻ ഇൻഡിപെൻഡന്റ് ഇന്ത്യാസ് ഹിസ്റ്ററി എന്നുള്ളതാണ് ചോദ്യം. അതായത് സ്വതന്ത്ര ഇന്ത്യയിൽ കേന്ദ്ര സർക്കാരിൽ ഏറ്റവും കൂടുതൽ കാലം ആഭ്യന്തരമന്ത്രിയായി തുടർന്നതിനുള്ള റെക്കോർഡ് നേടിയത് ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ആരാണെന്ന് അറിയാമോ?
സ്വതന്ത്ര ഇന്ത്യയിൽ കേന്ദ്ര സർക്കാരിൽ ഏറ്റവും കൂടുതൽ കാലം ആഭ്യന്തരമന്ത്രിയായി തുടരുന്നതിനുള്ള റെക്കോർഡ് നേടിയത് ആരാണ്? ഫോട്ടോ കാണുമ്പോൾ അറിയാലോ, ഇതാരാണ്? അമിത് ഷാ അല്ലെ. സ്വതന്ത്ര ഇന്ത്യയിൽ കേന്ദ്ര സർക്കാരിൽ ഏറ്റവും കൂടുതൽ കാലം ആഭ്യന്തരമന്ത്രിയായി തുടരുന്നതിനുള്ള റെക്കോർഡ് അമിത് ഷായാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. ഓഗസ്റ്റ് 4 ശ്രീ അമിത് ഷാ ബിക്കം ദ ലോങ്സ്റ്റ് സർവിംഗ് യൂണിയൻ ഹോം മിനിസ്റ്റർ ഇൻ ഇന്ത്യാസ് ഹിസ്റ്ററി. പിന്നെന്താണ്? എത്ര ദിവസമായിരുന്നു? 2258 ദിവസമാണ് ഇപ്പോൾ ഓഫീസിൽ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. He has now surpassed Sri Lal Krishna Advani's tenure of 2256 days as Home Minister. അപ്പോൾ സ്വതന്ത്ര ഇന്ത്യയില് കേന്ദ്ര സർക്കാരിൽ ഏറ്റവും കൂടുതൽ കാലം ആഭ്യന്തരമന്ത്രിയെ തുടർന്നുള്ള റെക്കോർഡ് അമിത് ഷായാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. ഓഗസ്റ്റ് 4 ആഭ്യന്തരമന്ത്രി പദവിയിൽ 2258 ദിവസം പൂർത്തിയാക്കിയതോടെ റെക്കോർഡ് അമിത്ഷായുടെ പേരിലായി മാറി അല്ലെ. അമിത്ഷായുടെ പേരിലായി മാറി. അതിനു മുന്നേ ആരുടെ പേരിൽ തന്നെയായിരുന്നു? BJPയുടെ തന്നെ LK അദ്വാനിയുടെ നേട്ടമാണ് അമിത്ഷാ മറികടന്നിരിക്കുന്നത്. 2256. 2019 മെയ് 30 ഗുജറാത്തിൽ നിന്നുള്ള അമിത്ഷാ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായിട്ട് ചുമതല ഏൽക്കുന്നത് കേട്ടോ. 2019 മെയ് 30 ഗുജറാത്തിൽ നിന്നുള്ള അമിത്ഷാ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായിട്ട് ചുമതല ഏൽക്കുന്നത്. ഓക്കെ, ഏഴാമത്തെ ചോദ്യം ഇതാണ്. ഹു ഈസ് ദ ഫസ്റ്റ് പോളിഷ് പ്ലെയർ ടു വിൻ ദ വിംബിൾഡൺ? അതായത് വിംബിൾഡൺ കിരീടം നേടുന്ന ആദ്യ പോളിഷ് താരം ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ആരാണ്? ദ റൈറ്റ് ആൻസർ ഈസ് ഇഗ സ്വിയാതെക് അല്ലെ. അപ്പോ വിംബിൾഡൺ കിരീടം നേടുന്ന ആദ്യത്തെ പോളിഷ് പ്ലെയർ ആരാണ്? ഇഗ സ്വിയാതെക് ആണ്. He has also won 2023 WTA finals and 11 WTA 1000 titles. Swiatek is the first Pole to win a major singles title. So എന്തൊക്കെ കാര്യങ്ങളാണ് ഇഗ സ്വിയാതെക്കിനെ കുറിച്ച് പറയാനുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യമാണ് പറയുന്നത്? വിംബിൾഡൺ ചരിത്രത്തിൽ 100 വർഷത്തിനിടെ ആദ്യമായിട്ടാണ് ഒരു വനിതാ താരം ഫൈനലിൽ ഒരു ഗെയിം പോലും നഷ്ടപ്പെടാതെ കിരീടം ഉയർത്തുന്നത്. അതാരാണ്? ഇഗ സ്വിയാതെക് തന്നെയാണ് അല്ലെ. വിംബിൾഡൺ ഫൈനലിൽ US താരം അമാൻഡോ അനിസിമോവയെ പരാജയപ്പെടുത്തിയാണ് ഇഗ ആദ്യ കിരീടം അണിഞ്ഞത്. വിംബിൾഡൺ ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ ഫൈനലുകൾ ഒന്നായി മാറിയ പോരാട്ടത്തിൽ 6-0 എന്ന സ്കോറിനാണ് ഇഗയുടെ അനായാസ വിജയം നടന്നത്. ഓക്കെ, 24-കാരിയായ ഇഗയുടെ 6ാം ഗ്രാൻഡ് സ്ലാം കിരീടം നേട്ടം കൂടിയാണ് കേട്ടോ. ഓക്കെ, ഇനി ഗ്രാൻഡ് സ്ലാം കിരീട കണക്കില് ഫ്രഞ്ച് ഓപ്പണിലാണ് താരത്തിന്റെ ആധിപത്യമുള്ളത്. 4 തവണയാണ് ഫ്രഞ്ച് ഓപ്പണിലെ കളിമൺ കോർട്ടിൽ ഇഗ ജേതാവായി മാറിയത്. ഫ്രഞ്ച് ഓപ്പണിൽ തുടർച്ചയായിട്ട് ചാമ്പ്യനാകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം എന്ന റെക്കോർഡും ആരുടെ പേരിൽ തന്നെയാണ്? ഇഗയുടെ പേരിൽ തന്നെയാണ്. ഫ്രഞ്ച് ഓപ്പണിൽ തുടർച്ചയായി ചാമ്പ്യനാകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം എന്ന റെക്കോർഡും ഇഗയുടെ പേരിൽ തന്നെയാണ് ഉള്ളത്. ഓക്കെ, ഒരു തവണ US ഓപ്പണിലും ഇഗ സ്വിയാതെക് കിരീടം ഉയർത്തിയിട്ടുണ്ട് കേട്ടോ. ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റുകൾ ഇനി ഓസ്ട്രേലിയൻ ഓപ്പൺ മാത്രമാണ് താരത്തിന് കീഴടക്കാനായിട്ട് ബാക്കിയുള്ളത്. 21ാം വയസ്സിനുള്ളിൽ തന്നെ 3 ഗ്രാൻഡ് സ്ലാം കിരീടങ്ങൾ നേടി മികവ് തെളിയിച്ച ഇഗയ്ക്ക് സ്പോർട്സ് പാരമ്പര്യമായി ലഭിച്ച കരിയർ തന്നെയാണ്. 2001 പോളണ്ടിലെ വാർസോയിൽ ജനിച്ച ഇഗ നതാലിയാസ് പിതാവ് ഇഗയുടെ പിതാവ് എന്താണ്? ഒരു ഒളിമ്പ്യൻ തന്നെ കേട്ടോ. 1988 സോൾ ഒളിമ്പിക്സില് പോളണ്ടിന്റെ റോവിംഗ് ടീം അംഗമായിരുന്നു ഇഗയുടെ അച്ഛൻ തോമസ് സ്വിയാതെക്. ഇഗയുടെ സഹോദരി അഗതയും ടെന്നീസിന്റെ വഴിയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. 14ാം വയസ്സിൽ ഔദ്യോഗികമായിട്ട് ടെന്നീസ് പരിശീലനത്തിന് തുടക്കം കുറിച്ച ഇഗ 2018 വിംബിൾഡൺ ജൂനിയർ ചാമ്പ്യൻ ആയിട്ടാണ് വരവറിയിച്ചത്. ആ വർഷം തന്നെ യൂത്ത് ഒളിമ്പിക്സിൽ ഡബിൾ സ്വർണ്ണ നേട്ടത്തിൽ പങ്കാളിയാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. 2 വർഷത്തിന് ശേഷം ഫ്രഞ്ച് ഓപ്പണിലൂടെ ആദ്യ ഗ്രാൻഡ് സ്ലാം കിരീടവും സ്വന്തമാക്കിയിട്ടുണ്ട് ഇഗ സ്വിയാതെക്. So he is the first Polish player to win the Wimbledon. The right answer is Iga Swiatek. Okay, അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 8ാമത്തെ ചോദ്യം. Which is the correct statement regarding 2024-25 സന്തോഷ് ട്രോഫി? ഇപ്പോ സന്തോഷ് ട്രോഫിയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് കണ്ടുപിടിച്ചതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയണം. ഓക്കെ, അപ്പോ 2024-25 സന്തോഷ് ട്രോഫിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ് എന്നതാണ് ചോദ്യം. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്. The 78th സന്തോഷ് ട്രോഫി ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് വാസ് ഹെൽഡ് ഇൻ 24-25. അതായത് 78ാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ആണ് 2024-25 നടന്നത്. ശരിയാണോ? ശരിയാണ്. ഓക്കെ, വെസ്റ്റ് ബംഗാൾ won the title അല്ലെ. കിരീടം നേടിയത് പശ്ചിമ ബംഗാളാണ്. ശരിയാണോ? ശരിയാണോ? ശരിയാണ്. മൂന്നാമത്തെ, വെസ്റ്റ് ബംഗാൾ won the title by defeating Manipur in the final. അത് ശരിയാണോ? ഡിഫീറ്റ് ചെയ്തത് മണിപ്പൂരിനെയാണോ? ആണോ? അല്ല, കേരളത്തിനെയാണ് അല്ലെ.
So 1 and 2 are correct. Option A 1 and 2 are correct. Option B 2 is correct. Option C 2 and 3 are correct. Option D all are correct. The right answer ഇതിൽ ഏതാണ്? ഇത് നമ്മളുണ്ടല്ലോ പെട്ടെന്ന് വായിച്ചു നോക്കുമ്പോൾ വെസ്റ്റ് ബംഗാൾ വോൺ ദ ടൈറ്റിൽ, വെസ്റ്റ് ബംഗാൾ വോൺ ദ ടൈറ്റിൽ നമുക്ക് അറിയാം, പക്ഷെ ആരെ ഡിഫീറ്റ് ചെയ്യുന്ന അറിയില്ല. അപ്പൊ ഇതാണ് ശരി എന്ന് പറഞ്ഞിട്ട് ഓൾ ആർ കറക്റ്റ് എന്ന് കൊടുക്കരുത്. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ ആണ്. 1 and 2 ആർ കറക്റ്റ്. അതായത് 78ാമത് സന്തോഷ് ട്രോഫി തന്നെയാണ് നടന്നത്. 2024-25 വെസ്റ്റ് ബംഗാൾ തന്നെയാണ് വോൺ ചെയ്തത്. എന്നാൽ ഡിഫീറ്റ് ചെയ്തത് ആരെയാണ്? മണിപ്പൂരിനെ അല്ല, കേരളത്തിലാണ് കേട്ടോ. 2024-25 78ാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് നടന്നത് എവിടെയാണ്? ഹൈദരാബാദിൽ വെച്ചിട്ടാണ് നടന്നത്. ഹൈദരാബാദിൽ വെച്ചിട്ടാണ് നടന്നത്. കുറച്ച് കീ ഫാക്ട്സ് ആണ് നമ്മളോട് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കുമ്പോൾ വിന്നർ വെസ്റ്റ് ബംഗാൾ തന്നെയാണ്, റണ്ണർ അപ്പ് കേരളയാണ്, സ്കോർ 1-0 ആയിരുന്നു. ഫൈനൽ മാച്ച് ഡേറ്റ് എന്ന് പറയുന്നത് December 31, 2024 വെന്യൂ എവിടെയാണ്? GMC ബാലയോഗി സ്റ്റേഡിയം, ഹൈദരാബാദ്, തെലങ്കാനയിലാണ്. ഹോസ്റ്റ് തെലങ്കാനയാണ് അല്ലെ. 2024-25 78ാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് നടന്നത് ഹൈദരാബാദിലാണെന്ന് പറഞ്ഞു. ഫൈനലിൽ കേരളത്തിനെ 1-0 പരാജയപ്പെടുത്തി പശ്ചിമ ബംഗാളാണ് വിജയികളായത്. സന്തോഷ് ട്രോഫിയിൽ ഏറ്റവും കൂടുതൽ തവണ കിരീടം നേടിയത് ആര് തന്നെയാണ്? പശ്ചിമ ബംഗാൾ തന്നെയാണ്. എത്ര തവണ എന്നറിയോ? 33 തവണ. സന്തോഷ് ട്രോഫിയിൽ ഏറ്റവും കൂടുതൽ തവണ കിരീടം നേടിയത് പശ്ചിമ ബംഗാളാണ്. 2023, 24, 77ാമത് സന്തോഷ് ട്രോഫി കിരീടം നേടിയത് സർവീസസ് ആണ്. ഓക്കെ, കേരളം എത്ര തവണ നേടിയിട്ടുണ്ടെന്ന് അറിയാം? കേരളം 7 തവണയാണ് നേടിയിട്ടുള്ളത്, സന്തോഷ് ട്രോഫി നേടിയിട്ടുള്ളത്. 2020-21 മഞ്ചേരിയിൽ നടന്ന 75ാമത് ചാമ്പ്യൻഷിപ്പിലാണ് കേരളം കിരീടം കേരളത്തിനായിരുന്നു. 2020-21 മഞ്ചേരിയിൽ നടന്ന 75ാമത് ചാമ്പ്യൻഷിപ്പ്. ഇപ്പൊ 78ാമതാണല്ലോ കഴിഞ്ഞത്. 75ാമത്തെ കിരീടം കേരളത്തിനായിരുന്നു. കേരളത്തിന് 7 തവണയാണ് കിരീടം കിട്ടിയിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ആണ്. വെസ്റ്റ് ബംഗാൾ നമ്മൾ പറഞ്ഞു 33ാമത്തെ തവണയാണ് കിട്ടുന്നത്. വിന്നിംഗ് ഗോൾ സ്കോറർ റോബിൻ ഹെൻസ്ഡ. കീ അവാർഡ്സ് റോബിൻ ഹെൻസ്ഡ വോൺ ദ പ്ലെയർ ഓഫ് ദ ഫൈനൽ ആൻഡ് പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ്. ആരാണ്? റൂബി ആയിരുന്നു. ഓക്കെ, അടുത്ത ചോദ്യം വീണ്ടും ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ടു ദ യൂണിയൻ ബഡ്ജറ്റ് 2025-26 ഇൻ ദ ഗിവൻ സ്റ്റേറ്റ്മെന്റ്. തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ 2025-26 കേന്ദ്ര ബജറ്റുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്, ദിസ് ഇസ് ദ 8th ബഡ്ജറ്റ് പ്രസന്റഡ് ബൈ നിർമ്മല സീതാരാമൻ. നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച 8ാമത്തെ ബജറ്റ് ആണിത്. ആണോ? ആണോ? ആണ്. കറക്റ്റ് ആൻസർ ആണ്. രണ്ടാമത്തെ, ദ തീം ഓഫ് ദ ബഡ്ജറ്റ് 2025 ഈസ് സബ്കാ വികാസ്. അതായത് എന്താണ്? സബ്കാ വികാസ് എന്നതാണ് 2025 ബജറ്റ് പ്രമേയം എന്ന് പറയുന്നത്. ആണോ? ആണോ? ശരിയാണ്. മൂന്നാമത്തെ, ബജറ്റ് പ്രസംഗത്തിന്റെ ദൈർഘ്യം 1 മണിക്കൂറും 24 മിനിറ്റും ആയിരുന്നു അല്ലെ. ബജറ്റ് സ്പീച്ച് ലാസ്റ്റഡ് 1 hour and 24 minutes. അത് ശരിയാണോ? അതൊന്നും ആലോചിക്കണം അല്ലെ. നാലാമത്തെ, സ്വതന്ത്ര ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ തവണ ബജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി നിർമ്മല സീതാരാമനാണ് എന്നുള്ളതാണ് നാലാമത്തെ സ്റ്റേറ്റ്മെന്റ്. ഇതില് ചിലത് ശരിയായിരിക്കും. ഓപ്ഷൻസ് നോക്കിയിട്ട് വേണം നമ്മൾ എഴുതാൻ. 1 and 2 are correct. 1ഉം 2ഉം ശരിയാണ് എന്നുള്ള ഓപ്ഷൻ ശരിയാണ്. 1ഉം 2ഉം ശരിയാണ്. 1, 2, 3 are correct. 3 എന്നുള്ളത് ശരിയല്ല. 1 മണിക്കൂറും 14 മിനിറ്റും ആയിരുന്നു. 24 അല്ല, 14 മിനിറ്റും ആയിരുന്നു. അപ്പോ 1, 2, 3 are correct എന്നുള്ള ഓപ്ഷൻ തെറ്റാണ്. 2, 3, 4 എന്നുള്ള ഓപ്ഷൻ തെറ്റാണ്. കാര്യം എന്താണ്? 3 അതിൽ വരുന്നുണ്ട് അല്ലെ. 3 ശരിയല്ല നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. All are right എന്നുള്ള ഓപ്ഷനും തെറ്റാണ്. So the right answer is option A ആണ്. 1 and 2 are correct. അതായത് 2025 ശ്രദ്ധിച്ചോളൂ, 2025 ഫെബ്രുവരി 1-നാണ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ 2025-26 കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചത്. 1 മണിക്കൂർ 14 മിനിറ്റ് ആയിരുന്നു ഈ ബജറ്റ് പ്രസംഗത്തിന്റെ ദൈർഘ്യം എന്ന് പറയുന്നത്. 1 മണിക്കൂർ 14 മിനിറ്റും. ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ബജറ്റ് പ്രസംഗം നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചു എന്നുള്ളത് ശരി തന്നെയാണ്. എന്നാൽ അവതരിപ്പിച്ച വർഷം അത് 2025-26 അത് 2020-21 അപ്പൊ 2020-21 എന്ന് പറയുന്ന ഒരു വർഷത്തിൽ നമ്മൾ പറഞ്ഞു, ആ 2020-21 വർഷത്തിൽ തന്നെയാണ് കേരളത്തില് കിരീടം, സന്തോഷ് ട്രോഫി കിരീടം കിട്ടിയതും. 2020-21 ആ വർഷത്തിൽ തന്നെയാണ് കേന്ദ്ര ബജറ്റ്, ഏറ്റവും ദൈർഘ്യമേറിയ കേന്ദ്ര ബജറ്റ് നടന്നു എന്നുള്ള കാര്യം മറന്നു പോകരുത്. ഓക്കെ അല്ലേ? പിന്നെന്താണ്? ഓക്കെ അല്ലേ പറഞ്ഞത്? 7 സമ്പൂർണ്ണ ബജറ്റും 1 ഇടക്കാല ബജറ്റും ഉൾപ്പെടെ സ്വതന്ത്ര ഇന്ത്യയിൽ തുടർച്ചയായിട്ട് ഏറ്റവും അധികം ബജറ്റുകൾ അവതരിപ്പിച്ച റെക്കോർഡ് ആരുടെ പേരിലാണ്? അത് നിർമ്മല സീതാരാമന്റെ പേരിൽ തന്നെയാണ്.
ഡൗട്ട് വരാം, നാലാമത്തെ ഓപ്ഷൻ ശരിയല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാലേ 2025 ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലോ, 2025-26 കാര്യങ്ങളാണ് നമ്മൾ പറയേണ്ടത്. അപ്പൊ നിർമ്മല സീതാരാമൻ ഇസ് എ ഫിനാൻസ് മിനിസ്റ്റർ ഹു ഹാസ് പ്രസന്റഡ് ബഡ്ജറ്റ് ദ മോസ്റ്റ് ടൈംസ് ഇൻ ഇൻഡിപെൻഡന്റ് ഇന്ത്യ എന്നുള്ളത് ശരിയാണ്. എന്നാൽ 2025 കണക്ക് പ്രകാരം അത് 2021 എന്ത് 20 ഏറ്റവും നീളം കൂടിയ ദൈർഘ്യമേറിയ ബജറ്റ് അവതരിപ്പിച്ചത് 2020-21 എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം, അവസാനത്തെ ചോദ്യം, 10ാമത്തെ ചോദ്യം. വാട്ട് ഈസ് ദ തീം ഓഫ് വേൾഡ് ഓർഗൻ ഡൊണേഷൻ ഡേ 2025 എന്നുള്ളതാണ് ചോദ്യം. അതായത് എന്താണ് 2025 ലോക അവയവദാന ദിനത്തിന്റെ പ്രമേയം എന്താണ് എന്നുള്ളതാണ് ചോദ്യം. എന്താണ്? ആൻസറിംഗ് ദ കോൾ എന്നുള്ളതാണ് തീം ഓഫ് വേൾഡ് ഓർഗൻ ഡൊണേഷൻ ഡേ. The theme for World Organ Donation Day in 2025 is Answering the Call. This theme aims to honor the dedication of healthcare professionals in the field of organ donation and transplantation, highlighting their role as a calling and a call to action for greater commitment, collaboration and innovation to save more life. അതായത് 2025 ലോക അവയവദാനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത് ആൻസറിംഗ് ദ കോൾ ആയിരുന്നു. ലോകത്ത് അവയവദാനത്തെ കുറിച്ച് ബോധവൽക്കരണത്തിനും കൂടുതൽ ആളുകളെ അവയവദാനത്തിനായിട്ട് പ്രേരിപ്പിക്കുന്നതിനും വേണ്ടിയിട്ട് ഓഗസ്റ്റ് 13 ലോക അവയവദാന ദിനമായിട്ട് ആചരിക്കുന്നത്. 2005 ആദ്യമായിട്ട് ഇത് വേൾഡ് ഓർഗൻ ഡൊണേഷൻ ഡേ സ്റ്റാർട്ട് ചെയ്ത് 2005 ലോകത്ത് ആദ്യമായിട്ട് വിജയകരമായിട്ടുള്ള അവയവദാനം നടന്നത് 1954 ഡിസംബർ 23 അമേരിക്കയിലാണ് കേട്ടോ. ഇനി കേരള സർക്കാർ ആരംഭിച്ച ഒരു അവയവദാന പദ്ധതി ഉണ്ട്, അതിന്റെ പേര് അറിയാമോ? കേരള സർക്കാർ ആരംഭിച്ച ഒരു അവയവദാന പദ്ധതിയാണ് മൃതസഞ്ജീവനി എന്ന് പറയുന്നത് കേട്ടോ. മൃതസഞ്ജീവനി 2024 പ്രമേയം എന്തായിരുന്നു? ബി ദ റീസൺ ഫോർ സമ്മൺ സ്മൈൽസ് ടുഡേ എന്നുള്ളതായിരുന്നു 2024 പ്രമേയം. 2025 പ്രമേയം എന്ന് പറയുന്നത് എന്താണ്? ആൻസറിംഗ് ദ കോൾ എന്നുള്ളതാണ്. സോ നമ്മൾ സെപ്റ്റംബർ മാസത്തിലെ 2ാമത്തെ ആഴ്ചയിലെ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തെടുത്ത കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ യുവർ ടൈം. ബൈ.